Hello all, welcome to Concepts. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചർ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് സിലബസ് കാണാം. ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് ആൻഡ് കിർച്ചോഫ്സ് കറന്റ് ലോ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, പിന്നെ 2-3 പ്രോബ്ലംസും നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? A combination of various electric elements connected together to form a closed path is known as an electric networks. Okay. Then active elements. എന്താണ് active elements എന്ന് പറഞ്ഞാൽ? Voltage or current sources which are able to supply energy to the network. അതിനാണ് നമ്മൾ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും എനർജി സോഴ്സ് ആണ്. ഒരു നെറ്റ്വർക്ക് എലമെന്റിന് എനർജി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ അതൊരു ആക്റ്റീവ് എലമെന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പാസീവ് എലമെന്റ്സ്. എന്താണ് പാസീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? അവിടെ ഈ എലമെന്റ്സിന് ഒരിക്കലും എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു ആക്റ്റീവ് എലമെന്റ് കൊടുക്കുന്ന എനർജീനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയോ ചെയ്യുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. എലമെന്റ്സ് വിച്ച് അബ്സോർബ് ഓർ സ്റ്റോർ എനർജി ഫ്രം ദി സോഴ്സസ്. അതിന് എക്സാമ്പിൾസ് ആണ് റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലെക്ചർ സീരീസിൽ റെസിസ്റ്റേഴ്സും ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ പാസീവ് എലമെന്റ്സും ആക്റ്റീവ് എലമെന്റ്സും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം മേലെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആക്റ്റീവ് എലമെന്റ്സ്. എന്താണ് ഇൻഡിപെൻഡന്റ് ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ആക്റ്റീവ് എലമെന്റ്സ് തന്നെയാണ്, പക്ഷേ ഈ എലമെന്റ്സ് നെറ്റ്വർക്കിലെ വേറെ ഒരു പാരാമീറ്ററിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്ന എലമെന്റ്സ് ആണ്, ആക്റ്റീവ് എലമെന്റ്സ് ആണ് ഇൻഡിപെൻഡന്റ് ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷൻ എഴുതിക്കുന്നത് എന്താണ്? വോൾട്ടേജ് ഓർ കറന്റ് സ്പെസിഫൈഡ് ഇസ് നോട്ട് ഓൾട്ടേർഡ് ബൈ ചേഞ്ചസ് ഇൻ ദി കണക്റ്റഡ് നെറ്റ്വർക്ക്. അതായത് ഈ ഇൻഡിപെൻഡന്റ് ആക്റ്റീവ് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തു എന്ന് കരുതിയിട്ട് ഈ വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ ഒന്നും വാല്യൂസ് മാറില്ല. ഈ വോൾട്ടേജും കറണ്ട് ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെയുള്ള ആക്റ്റീവ് എലമെന്റ്സിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിപ്പെൻഡന്റ് സോഴ്സസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആക്റ്റീവ് എലമെന്റ്സ്. എന്താ പറയുന്നത്? വോൾട്ടേജും കറണ്ടും നമ്മുടെ നെറ്റ്വർക്കിലെ പാരാമീറ്റേഴ്സിനെ ഒന്നിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡന്റ് സോഴ്സസ് എന്ന് പറയും. വോൾട്ടേജ് ഓർ കറണ്ട് വിച്ച് ചേഞ്ചസ് അക്കോർഡിംഗ് ടു വേരിയബിൾസ് ഇൻ ദി കണക്റ്റഡ് നെറ്റ്വർക്ക്. ഓക്കെ, അതിനാണ് നമ്മൾ ഡിപ്പെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നോഡും ജംഗ്ഷനും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നോഡ്, എന്താണ് ജംഗ്ഷൻ എന്ന് നോക്കാം. നോഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇൻ എ ക്ലോസ്ഡ് നെറ്റ്വർക്ക് വെയർ 2 or more elements meet. 2 അതിൽ കൂടുതൽ എലമെന്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിലെ ഒരു പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അതേസമയം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഗ്ഷൻ ഈസ് ഓൾസോ എ നോഡ് വെയർ 3 or more branches meet. ഇവിടെ 3 അതിൽ കൂടുതലോ എലമെന്റ്സ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ജംഗ്ഷന് നമ്മൾ പ്രിൻസിപ്പൽ നോഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുക? എല്ലാ നോഡും ജംഗ്ഷൻ അല്ല, പക്ഷേ എല്ലാ ജംഗ്ഷനും നോഡായിരിക്കും. എന്തുകൊണ്ടാ? ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ 3 അതിൽ കൂടുതലോ ബ്രാഞ്ചസ് വരും, അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ പാരാമീറ്റേഴ്സ് ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നോഡ് എന്ന് പറയുമ്പോൾ അവിടെ 2 അതിൽ കൂടുതലോ മതി, 2 or more elements. ഓക്കെ, പക്ഷെ 2 എലമെന്റ്സ് മീറ്റ് ചെയ്ത ഒരു പോയിന്റിന് നമുക്ക് ഒരിക്കലും ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ all junctions are not, but all nodes are not junctions. ഓക്കെ, ഈ ഫിഗറിലോട്ട് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ജംഗ്ഷനും നോഡും എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സി, ഇവിടെ ഫസ്റ്റ് ഇതിന് നോഡാണ് അല്ലേ? ഈ ഒരു ജംഗ്ഷൻ അല്ല, സോറി, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നോഡാണ്. വൈ? ഇവിടെ 2 എലമെന്റ്സ് ആണ്, ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് അതിനെ ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നോഡ് എന്ന് പറയാം അല്ലേ? ഇനി നോക്കൂ, ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ 3 റെസിസ്റ്റേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതൊരു ജംഗ്ഷൻ ആണ്. നെക്സ്റ്റ്, ഈ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്ററും ഒരു വോൾട്ടേജ് സോഴ്സും വീണ്ടും മീറ്റ് ചെയ്യുന്ന സ്ഥലം, അതൊരു നോഡാണ്, പക്ഷേ അതൊരു ജംഗ്ഷൻ അല്ല. പിന്നെ ഈ ഒരു പോയിന്റ്, അവിടെയും 3 എലമെന്റ്സ്, 2 വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്ററും മീറ്റ് ചെയ്യുന്നുണ്ട്. സി, അപ്പോൾ അതൊരു ജംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് നെറ്റ്വർക്കിൽ 1, 2, 3,
4 നോഡ്സ് ഉണ്ട്, പക്ഷെ 2 ജംഗ്ഷൻസേ ഉള്ളൂ. മനസ്സിലായല്ലോ എന്താണ് നോഡും ജംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്? ഓക്കെ. അടുത്ത 2 കൺഫ്യൂസിങ് ടേംസ് ആണ് ലൂപ്പും മെഷും. അപ്പൊ എന്താണ് ലൂപ്പ്, എന്താണ് മെഷ് എന്ന് നോക്കാം. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ എന്താ എഴുതിക്കുന്നത്? എ ലൂപ്പ് ഇസ് എനി ക്ലോസ്ഡ് പാത്ത് ത്രൂ എ സർക്യൂട്ട് വെൻ നോ നോഡ് മോർ ദാൻ വൺസ് ഇസ് എൻകൗണ്ടേർഡ്. സി, ഈ ഫിഗറിലേക്ക് നോക്കൂ. ഈ പറഞ്ഞേക്കുന്ന പോലെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്താണ്. ഈ സർക്യൂട്ടിലെ ഒരു ക്ലോസ്ഡ് പാത്താണ്. പക്ഷെ അതിന്റെ കണ്ടീഷൻ എന്താണ്? ഒരു നോഡും അതിൽ മോർ ദാൻ വൺസ് എൻകൗണ്ടർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഒരു നോഡും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. സി, ഇവിടെ നോക്കൂ, എ ബി സി ഡി എ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ് അല്ലേ? എ ബി സി ഡി ആൻഡ് എ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ്. ഇവിടെ ഒരു നോഡും എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല അല്ലേ? അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. ഇതിന് നമുക്കൊരു ലൂപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെ എ ബി ഡി എന്ന് പറയുന്നത്, സി, ഇതും ഒരു ലൂപ്പാണ്. നെക്സ്റ്റ്, ദിസ് ഇസ് ഓൾസോ അനദർ ലൂപ്പ്. അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് പാത്താണ് വേർ നോ നോഡ് മോർ ദാൻ വൺസ് ഇസ് എൻകൗണ്ടേർഡ്. ഓക്കെ. ഇനി എന്താണ് മെഷ്? മെഷ് എന്ന് പറഞ്ഞാൽ മെഷ് is a closed path in a circuit with no other paths inside it. മെഷ് എന്ന് പറഞ്ഞാൽ അതും ഒരു ക്ലോസ്ഡ് പാത്ത് തന്നെയാണ്, പക്ഷേ ആ മെഷിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ക്ലോസ്ഡ് പാത്തും കിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും ഒരു പാത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സി, ഇത് രണ്ടും എ ബി ഡി അതുപോലെ തന്നെ ബി സി ഡി എന്ന് പറയുന്നത് രണ്ട് മെഷാണ്. പക്ഷേ എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? മെഷ് അല്ല. കാരണം അതിന്റെ ഉള്ളിൽ ഈ എ ബി സി ഡി എന്ന് പറയുന്ന ലൂപ്പിന്റെ ഉള്ളിൽ നമുക്ക് രണ്ട് മെഷ് കിട്ടും അല്ലേ? എ ബി ഡിയും ബി സി ഡിയും എന്ന് പറയുന്ന രണ്ട് മെഷ് കിട്ടും. അപ്പൊ മെഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു പാത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു ക്ലോസ്ഡ് പാത്തും ലൂപ്പാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ? ഓൾ മെഷ് ആർ ലൂപ്പ്. എല്ലാ മെഷും ലൂപ്പാണ്, പക്ഷെ എല്ലാ ലൂപ്പും തിരിച്ച് മെഷ് അല്ല. കാരണം ലൂപ്പിന്റെ അകത്ത് നമുക്ക് ക്ലോസ്ഡ് പാത്ത് വീണ്ടും ഉണ്ടാക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മെഷും ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മെഷ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്തോ അല്ല അതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ലൂപ്പിനെ കൊണ്ടുവരാൻ പറ്റില്ല. മെഷ് ഇസ് ദി സിംപ്ലസ്റ്റ് പാത്താണ്. ഓക്കെ, next one is linear circuit. What is a linear circuit? A linear circuit is one whose parameters do not change the voltage or current. Okay, linear circuit is one whose parameters do not change its voltage or current. Next is what is unilateral circuit. എന്താണ് unilateral circuit എന്ന് പറഞ്ഞാൽ പേര് പറയുന്നത് പോലെ തന്നെ a circuit whose property change with the direction of current. ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ അതിന്റെ പ്രോപ്പർട്ടീസ്, ആ സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ആകും. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടിനാണ് നമ്മൾ യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല തിരിച്ച് ആ സർക്യൂട്ട് തിരിച്ച് ഡയറക്ഷനിൽ അതിന്റെ റിവേഴ്സ് ഡയറക്ഷനിലുള്ള ആ സർക്യൂട്ടിന്റെ പെർഫോമൻസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സർക്യൂട്ട് ഹൂസ് പ്രോപ്പർട്ടീസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ടിന്റെ ഏത് ഡയറക്ഷനിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്താലും നമുക്ക് സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ്, ആ സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടീസ് സെയിം തന്നെ ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല അതിന്റെ സർക്യൂട്ട് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സർക്യൂട്ടിനാണ് ബൈലാറ്ററൽ സർക്യൂട്ട്. ബൈ, രണ്ട് ഡയറക്ഷനിലേക്കും കറണ്ട് ഫ്ലോ ചെയ്താലും സിമിലർ റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ആ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്നത്. യൂണിലാറ്ററൽ ആണെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആയിരിക്കില്ല, മറിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കിർച്ചോഫ്സ് ലോസിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതൊക്കെ എവിടെയെങ്കിലും നമുക്ക് സർക്യൂട്ട് സിംപ്ലിഫിക്കേഷനിലോ ഏതെങ്കിലും രീതിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത്
അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞു കുഞ്ഞു ടേംസ് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. നമുക്കിനി കിർച്ചോഫ്സ് ലോസിലേക്ക് കടക്കാം അല്ലേ. കിർച്ചോഫ്സ് ലോസ് ആക്ച്വലി 2 ലോസ് ആണുള്ളത്. അത് നമുക്ക് ആ ഡെഫിനേഷൻ നോക്കാം. കിർച്ചോഫ്സ് ലോസ് ഹെൽപ്പ് us to calculate the current flowing in various branches of a network as well as the voltages at various points of the network. ഒരു നെറ്റ്വർക്കിലെ കറണ്ടിനെയും വോൾട്ടേജിനെയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിർച്ചോഫ്സ് ലോസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കിർച്ചോഫ്സിന് 2 ലോസ് ആണ് ഉള്ളത് മെയിനായിട്ടും. എന്തൊക്കെയാണ്? കിർച്ചോഫ്സ് കറണ്ട് ലോയും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും. നമുക്കിനി ഓരോ ലോസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കിർച്ചോഫ്സ് കറണ്ട് ലോ. അപ്പോൾ കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. The algebraic sum of currents meeting at a junction in a network is 0. ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന എല്ലാ കറണ്ടിന്റെയും സം എന്ന് പറഞ്ഞാൽ, ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? The total current entering a junction is equal to the total current leaving the junction. ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകളുടെ സം എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ടോട്ടൽ കറണ്ട് എൻ്ററിങ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ദി ടോട്ടൽ കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. ഇത് ശരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ ബേസിക്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കിർച്ചോഫ്സ് കറണ്ട് ലോ ആണ്. അപ്പോൾ സി ആണ് അവിടെ വരുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ജംഗ്ഷൻ വരച്ചിട്ടുണ്ട്. അതിലേക്ക് കറണ്ട് I1, I2 ആൻഡ് I3 ഈ 3 കറണ്ടും എൻ്റർ ചെയ്യുവാണ്, ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ I4 and I5 is leaving from this junction. Okay, മനസ്സിലായല്ലോ. ആരോ ഇട്ടേക്കുന്നത് entering I1, I2, I3 എന്ന് പറഞ്ഞ current entering into the junction and I4 and I5 എന്ന് പറയുമ്പോൾ current leaving from the junction. Okay, നമുക്ക് ആദ്യം എന്താ പറയുന്നത്? ഓൾജിബ്രായിക് സം. ഇതിന്റെ എല്ലാത്തിന്റെയും സം എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഓൾജിബ്രായിക് സം എന്ന് പറയുമ്പോൾ നമ്മൾ സൈൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും കൺസിഡർ ചെയ്യുക, ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടിന് പോസിറ്റീവ് സൈൻ കൊടുക്കുകയാണെങ്കിൽ ലീവ് ചെയ്യുന്ന കറണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും, നെഗറ്റീവ് സൈൻ ആയിരിക്കും. എപ്പോഴും കൺവെൻഷനലി നമ്മൾ എടുക്കുന്നത് കറണ്ട് എൻറ്ററിങ് ഇൻ ടു എ ജംഗ്ഷൻ ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് കറണ്ട് ലീവിങ് ഫ്രം ദി ജംഗ്ഷൻ ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ I1, I2, I3 എന്ന് പറഞ്ഞാൽ കറണ്ട് എൻറ്ററിങ് ഇൻ ടു ദി ജംഗ്ഷൻ ആണ്. അപ്പോൾ അത് 3 നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. I4 and I5 എന്ന് പറയുമ്പോൾ കറണ്ട് ഇസ് ലീവിങ് ഫ്രം ദി ജംഗ്ഷൻ ആൻഡ് വി വിൽ ടേക്ക് ആസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും സം എന്ന് പറഞ്ഞാൽ 0 എന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കിർച്ചോഫ്സ് കറണ്ട് ലോയുടെ അല്ലേ. അപ്പോൾ I1 പ്ലസ് I2 പ്ലസ് I1 ആണ്. I1 പ്ലസ് I2 പ്ലസ് I3. ഇനി എന്താ? I4 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. മൈനസ് I4 മൈനസ് I5 ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ വരും? ഈ നെഗറ്റീവ് സയൻസിനെയൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു I4 പ്ലസ് I5 അല്ലേ. ഇതെന്താ? നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ. ടോട്ടൽ കറണ്ട് എൻ്ററിങ് ഇൻ ടു ദി ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ദി ടോട്ടൽ കറണ്ട് ലീവിങ് ഫ്രം ദി ജംഗ്ഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഇസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? For any closed path in a network, the algebraic sum of the voltages is 0. കിർച്ചോഫ്സ് കറണ്ട് ലോ പറയുന്നത് ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന എല്ലാ കറണ്ടിന്റെയും ഓൾജിബ്രായിക് സം 0 ആയിരിക്കും എന്നാണ്. പക്ഷെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്താ പറയുന്നത്? ഒരു ക്ലോസ്ഡ് പാത്തിലെ ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജസ് 0 ആയിരിക്കും. വോൾട്ടേജസിന്റെ ഓൾജിബ്രായിക് സം എടുത്താൽ അത് 0 ആയിരിക്കും. എവിടെ? ഒരു ക്ലോസ്ഡ് പാത്തിൽ. ഓക്കെ, ഇതിന് നമുക്ക് വേറെ രീതിയിലും പറയാം. ദി ഓൾജിബ്രായിക് സം ഓഫ് പൊട്ടൻഷ്യൽ റൈസസ് ആൻഡ് ഡ്രോപ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് 0. പൊട്ടൻഷ്യൽ റൈസിന്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇസ് ബേസ്ഡ് ഓൺ
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഓൾജിബ്രൈക് സം ഓഫ് പൊട്ടൻഷ്യൽ റൈസസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാലും അതിന്റെ രണ്ടിന്റെ സം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 0 ആയിരിക്കും. അവിടെ എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതിന്റെ പൊട്ടൻഷ്യൽ EMF E ആണ്. നെക്സ്റ്റ് രണ്ട് റെസിസ്റ്റർ ഉണ്ട്, R1 ആൻഡ് R2. R1ന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 ആൻഡ് R2ന് അക്രോസ് ആയിട്ടുള്ളത് V2 ആണ്. ഇത് നെഗറ്റീവ് ടെർമിനൽ ആണ്, ഇത് പോസിറ്റീവ് ടെർമിനൽ ആണ് അല്ലേ? അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ്. ഇനി എന്താ, കറണ്ട് ഫ്ലോ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം പോസിറ്റീവ് ടെർമിനൽ. EMF ഈ വോൾട്ടേജിന്റെ പോസിറ്റീവിൽ നിന്ന് നമ്മൾ കറണ്ട് എൻ്റർ ചെയ്യുന്നു നെറ്റ്വർക്കിലേക്ക് അല്ലേ? കറണ്ട് എൻ്റർ ചെയ്യുമ്പോൾ റെസിസ്റ്ററിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ ലീവ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന പോർഷനിൽ ഒരു പോസിറ്റീവ് ആണ്, കറണ്ട് ലീവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് അല്ലേ? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഇവിടെ ആൻഡ് നെഗറ്റീവ് ഇവിടെ. എവിടെയാണോ കറണ്ട് എൻ്റർ ചെയ്യുന്നത് അവിടെ പോസിറ്റീവ് സൈനും കറണ്ട് ലീവ് ചെയ്യുന്നിടത്ത് നെഗറ്റീവ് സൈനും. അടുത്ത് അങ്ങനെ കറണ്ട് പോയിട്ട് ബിയിൽ കൂടെ നമ്മുടെ റെസിസ്റ്റർ R2ലേക്ക് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന അവിടെ പോസിറ്റീവും ആൻഡ് R2ന്റെ നെക്സ്റ്റ് താഴത്ത് കൂടെ ലീവ് ചെയ്യുന്നു, അവിടെ നെഗറ്റീവ് അല്ലേ? തിരിച്ച് EMF ഈ വോൾട്ടേജ് സോഴ്സിന്റെ ഇവിടെ നെഗറ്റീവ് ടെർമിനലിൽ വന്ന് എൻഡ് ചെയ്യുന്നു. നെഗറ്റീവ് പോസിറ്റീവ് കൺവെൻഷൻ മനസ്സിലായല്ലോ? കറണ്ട് എവിടെയാണോ എൻ്റർ ചെയ്യുന്നത് അവിടെ നമ്മൾ പോസിറ്റീവും കൊടുക്കും, കറണ്ട് ലീവ് ചെയ്യുന്നിടത്ത് നെഗറ്റീവും കൊടുക്കും. ഓക്കെ, അപ്പോൾ എ പോസിറ്റീവ് സൈൻ ഈസ് അസൈൻ ടു എ പൊട്ടൻഷ്യൽ റൈസ്. പൊട്ടൻഷ്യൽ റൈസ് ഉണ്ടാവുന്നിടത്താണ് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കുന്നത്. അതായത് പോസിറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ കണ്ടോ, EMF എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന EMFന് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കും. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ റൈസ് അല്ലേ ഉണ്ടായിരിക്കുന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നേക്കുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ റൈസ്, ഇത് പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് V1 എന്ന് പറയുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് കൊടുക്കണം സൈൻ. നെക്സ്റ്റ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്നു ഇവിടെ V2നും, അപ്പോൾ നെഗറ്റീവ് സൈൻ. ഇനി നമ്മൾ ആൾജിബ്രൈക് സം കണ്ടുപിടിക്കുക. പോസിറ്റീവ് മൈനസ് V1 മൈനസ് V2 ഇസ് ഈക്വൽ ടു 0. ആൾജിബ്രൈക് സമ്മിന്റെ algebraic sum of all the voltages in a closed circuit is 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സൈൻ എന്താണ്? ക്ക് പോസിറ്റീവ് സൈൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ? അവിടെ ഒരു പൊട്ടൻഷ്യൽ റൈസ് ആണ് വന്നേക്കുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കാണ് പൊട്ടൻഷ്യൽ റൈസ് എന്ന് പറയുന്നത് അല്ലേ? ഞാനിവിടെ എഴുതാം. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ റൈസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാരാമീറ്ററിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാരാമീറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മൈനസ് V1. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് ഉണ്ടാവുന്നത്, വീണ്ടും മൈനസ് V2. മൈനസ് V1 മൈനസ് V2 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും ഇല്ലേ? ഇനി നമുക്കിത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 എന്നും പറയാം. ഇനി നമുക്ക് എന്താ, ഇതിൽ നിന്ന് ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അറിയാമെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാം, അങ്ങനെ പലതും യൂസ് ചെയ്യാം. ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്ലൈയിങ് ഓംസ് ലോ, V1 എന്ന് പറഞ്ഞാൽ എന്താണ്? I ഇൻറ്റു R1. V2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം I ആണ് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നത്, ആ I ഇൻറ്റു R2. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 എന്ന് എഴുതിക്കൂടെ? R1ഉം R2ഉം അറിയാമെങ്കിൽ I അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ I കണ്ടുപിടിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അത് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം.
ഇവിടെ ഒരു നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്താ തന്നിട്ടുണ്ട്, EMF 54 വോൾട്ട്, പിന്നെ 3 റെസിസ്റ്റേഴ്സ് ആണുള്ളത്, R1, R2 ആൻഡ് R3. കറണ്ട് ഐൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഡയറക്ഷൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ EMFൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്നായിരിക്കും, ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നായിരിക്കും കറണ്ട് ഒറിജിനേറ്റ് ചെയ്യുക. നെഗറ്റീവ് ടെർമിനലിൽ തിരിച്ച് എൻ്റർ ചെയ്യും. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും അല്ലേ. അത് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഇനി ഗിവൺ V1 is equal to 18 വോൾട്ട്. V1 എന്ന് പറഞ്ഞാൽ R1ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അത് തന്നിട്ടുണ്ട് 18 വോൾട്ട്. V2 തന്നിട്ടില്ല, പക്ഷേ V3 തന്നിട്ടുണ്ട് 15 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? V2, I1 അല്ല, R1 ആൻഡ് R3. R1, R3, I കണ്ടുപിടിക്കണം, പിന്നെ V2 കണ്ടുപിടിക്കണം. R2 ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. 7 ഓം ആണ് R2 എന്ന് പറയുന്നത് കേട്ടോ. ഞാനിവിടെ എഴുതിയിട്ടില്ല, ഇപ്പോൾ എഴുതാം. 7 ഓം ആണ് R2. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. നമുക്കിനി പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണ് അപ്പോൾ ചെയ്യേണ്ടത്? നമുക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ തന്നെ ഈ ലൂപ്പ് എഴുതാം, ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാം. എങ്ങനെയാണെങ്കിലും നമ്മൾ സൈൻ എടുക്കുമ്പോൾ വോൾട്ടേജസിൻ്റെ സൈൻ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കൺവെൻഷൻ ഫോളോ ചെയ്യുക. എന്താണ്? വോൾട്ടേജ് റൈസ് ആണ് വരുന്നതെങ്കിൽ, അതായത് നെഗറ്റീവ് ടു പോസിറ്റീവ് വരുവാണെങ്കിൽ അവിടെ പ്ലസ് എടുക്കുക. അത് വോൾട്ടേജ് ലോസ് ആണ് വരുന്നതെങ്കിൽ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് സൈൻ എടുക്കുക. നേരത്തെ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എടുക്കുന്നത്. ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പോകുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് E എന്ന് പറയുമ്പോൾ പോസിറ്റീവ് E തന്നെയാണല്ലേ. പോസിറ്റീവ് E എന്തുകൊണ്ടാണ്? കറണ്ട് അവിടെ റൈസ് ചെയ്യാണ്, വോൾട്ടേജ് അവിടെ റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വരുന്നത് V1 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഉണ്ടാവുന്നത്. അപ്പം -V1. V2നും വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, -V2. V3ക്കും വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഉണ്ടാവുന്നത്, -V3, ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്നിട്ടുണ്ട്, 54 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. V1 ഉണ്ട്. V1 എന്താണ്? 18 വോൾട്ട് ഉണ്ട്. V2 നമുക്കറിയില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് V2 എന്താണെന്നുള്ളത്. V3യും തന്നിട്ടുണ്ട്. V3 എന്താണ്? 15 വോൾട്ട് അല്ലേ. അപ്പോൾ ഇതേ ഇക്വേഷൻ കംപ്ലീറ്റ് ആയില്ലേ. 15 = 0. അപ്പോൾ ഈ ഇക്വേഷനിൽ അകപ്പാട് നമുക്ക് അറിയാനുള്ള സംഗതി V2 ആണ് അല്ലേ. V2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് V2 കിട്ടും. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? V2 എന്ന് പറഞ്ഞാൽ 21 വോൾട്ട് വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. V2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് I-യും R1ഉം R3യും ആണല്ലേ. R1 ആൻഡ് R3. അപ്പോൾ നമുക്കറിയാം V2 എന്ന് പറയുന്നത് നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാമല്ലോ. V2ൻ്റെ അവിടെ ഓംസ് ലോ, V2 എന്ന് പറയുമ്പോൾ I × R2 ആണ് അല്ലേ. I × R2 എന്ന് പറയുന്നത് എന്താണ്? 21 വോൾട്ട് ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് R2 നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 7 ഓം ആണ് തന്നിട്ടുണ്ട്. അപ്പം I നമുക്ക് കിട്ടില്ലേ? 21/7 എന്ന് പറയുന്നത് എന്താണ്? 3 ഓം ആണ് അല്ല, 3 ആംപിയർ ആണ് അല്ലേ. കറണ്ട് എന്ന് പറയുമ്പോൾ 3 ആംപിയർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ടത് R1ഉം R3യും ആണ്. അപ്പോൾ R1 കണ്ടുപിടിക്കാൻ എന്താ? നമുക്ക് V3 അറിയാം. V1 അറിയാം. V1 എന്ന് പറഞ്ഞാൽ എന്താണ്? I × R1 ആണ് അല്ലേ. ഓംസ് ലോ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. I × R1. അതുപോലെ തന്നെ V3 എന്താണ്? I × R3 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് I നമ്മൾ കണ്ടുപിടിച്ചു. I എന്ന് പറഞ്ഞാൽ 3 ആംപിയർ ആണ്. അപ്പോൾ V1ഉം V3യും നമുക്കറിയാം. അപ്പോൾ നമുക്ക് R1ഉം R3യും കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. R1 എന്ന് പറയുമ്പോൾ എന്ത് വരും? V1 എത്രയാണ്? 18 /3 വരും അല്ലേ. 18 / 3 ആകുമ്പോൾ 6 ഓം ആണ് R1 കിട്ടുക. ഓക്കെ, ഇനി R3 എന്ന് പറയുമ്പോൾ എന്താണ്?
സെയിം V3 എന്ന് പറയുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? 5 ഓം ആണ് 3 ഈക്വൽ ടു 5 ഓം ആണ് R3 വരിക. അപ്പോൾ നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയില്ലേ? എന്ത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ലേ? സോ നമ്മളിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് കിർച്ചോസ് വോൾട്ടേജ് ലോയും അതുപോലെ തന്നെ ഓംസ് ലോയും വെച്ചിട്ട് നമുക്ക് V2 കിട്ടി. V2 എന്ന് പറഞ്ഞാൽ 21 വോൾട്ട് ആണ്. I എന്ന് പറഞ്ഞാൽ 3 ആംപിയർ ആണ്. R1 എന്ന് പറയുമ്പോൾ 6 ഓം ആൻഡ് R3 എന്ന് പറയുമ്പോൾ 5 ഓം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് കറണ്ട് ഇൻ റെസിസ്റ്റേഴ്സ് R1, R2 ആൻഡ് R3. R1 എന്ന് പറയുമ്പോൾ ഇതിൽ കൂടെ ഉള്ള കറണ്ട്, ഇതിൽ കൂടെ ഉള്ള കറണ്ട് ആൻഡ് ഇതിൽ കൂടെ ഉള്ളൊരു കറണ്ട് അല്ലേ? അപ്പം നമ്മൾ ആദ്യം R1, R2 ആൻഡ് R3 കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കുക. 15 വോൾട്ട് ആണ് ഇവിടുത്തെ EMF അല്ലേ? അപ്പോൾ എന്തായാലും കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അല്ലേ? ഇവിടെ ഈ ലൂപ്പിലൊരു 10 വോൾട്ട് ഉണ്ട്. 10 വോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടി. ഇത് ഇങ്ങനെ ഒരു കറണ്ട് I1, R1ൽ കൂടെ ഉള്ളൊരു കറണ്ട് അല്ലേ? നെക്സ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കൂടെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അത് നമുക്ക് I2 എന്ന് മാർക്ക് ചെയ്യാം. R2ൽ കൂടെ ഉള്ള കറണ്ട്. ഈ രണ്ട് കറണ്ടും ജോയിൻ ചെയ്ത് നോഡ് എയിൽ നിന്ന് താഴോട്ടായിരിക്കും മൂവ് ചെയ്യുക. അതാണ് I1 പ്ലസ് I2 ആയിരിക്കും ഇതിൽ കൂടെ ഉള്ളൊരു കറണ്ട് അല്ലേ? I1 പ്ലസ് I2 ആണ് R3ൽ കൂടെ വരുന്ന കറണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. 15 വോൾട്ടിൽ നിന്ന് ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ I1 എന്ന് പറയുന്നു. 10 വോൾട്ടിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ കറണ്ട് ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. I1 പ്ലസ് I2 എന്ന് പറയുന്നതാണ് R3ൽ കൂടെയുള്ള കറണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I1, I2 ആൻഡ് I1 പ്ലസ് I2 എന്ന് പറയുന്ന കറണ്ടാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം KVLും അതുപോലെ തന്നെ ഓംസ് ലോയും ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൂപ്പ് ഇതാണ് ഫസ്റ്റ് ലൂപ്പ് അല്ലേ? ഇത് ആൻഡ് സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമുക്കെടുക്കാം. ഓക്കെ, ഈ രണ്ട് ലൂപ്പ് ഇക്വേഷൻ നമ്മൾ എഴുതുക വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ 15 വോൾട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോവാണ്, വോൾട്ടേജ് റൈറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ഒരു പ്ലസ് 15 വോൾട്ട്. ഇനി വരുന്നത് R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. R1 എന്ന് പറയുമ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. കറണ്ട് എൻ്റർ ചെയ്യുന്ന അവിടെ പോസിറ്റീവും കറണ്ട് ലീവ് ചെയ്യുന്ന അവിടെ നെഗറ്റീവും. അപ്പോൾ അത് അവിടെ ഒരു വോൾട്ടേജ് കുറവാണ് വരുന്നത് അല്ലേ? വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് V1 ആണ് വരുന്നത്. V1 നമുക്ക് എങ്ങനെ എഴുതാം? I1 ഇൻറ്റു R1 എന്ന് എഴുതാം അല്ലേ? R1ൻ്റെ വാല്യൂ എന്താണ്? 10. അപ്പോൾ 10I എന്ന് എഴുതാം, 10I1 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത വോൾട്ടേജ് എന്താണ്? 5 ഓം R3ൽ കൂടെ അവിടെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അതും മൈനസ് എന്താണ്? 5 ഇൻറ്റു I1 പ്ലസ് I2 ആയിരിക്കും. മനസ്സിലായല്ലോ? ഓംസ് ലോ വെച്ചിട്ടാണ് എഴുതുന്നത്. V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ IRലെ I എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണ് അല്ലേ? ഇവിടെ കൂടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണ്. റെസിസ്റ്റൻസ് 5 ഓം ആണ്. ഇനി വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അവിടെ വരുന്നത്. കാരണം കറണ്ട് എൻ്റർ ചെയ്യുന്നത് ഈ പൊസിഷനിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആയത് കാരണം മൈനസ് വന്നു. ഇനി ഇതിൻ്റെ ഓൾജിബ്രായിക് സം എന്താണ്? 0 ആണല്ലേ? ഇക്വേറ്റ് ടു 0. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് അല്ലേ? നമ്പർ. ഇനി നമുക്ക് സെക്കൻഡ് ലൂപ്പ് നോക്കാം. അവിടെ സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൂപ്പ് ഇവിടെ KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ 10 വോൾട്ട്, 10 മൈനസ് എന്താണ്? 15I2 അല്ലേ? 15I2 മൈനസ് 5 ഇൻറ്റു I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, I1ഉം I2ഉം. രണ്ട് ഇക്വേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ I1ഉം I2ഉം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അല്ലേ? ഇതിൽ നിന്ന് I1ഉം I2ഉം കിട്ടും.
പിന്നെ നമുക്ക് വേണ്ടത് I3 ആണ്. I3 എന്ന് പറയുമ്പോൾ I1 പ്ലസ് I2 ആണ്. അപ്പം നമുക്ക് 3 കറണ്ടും R1 കൂടെ ഉള്ള കറണ്ടും R2 കൂടെ ഉള്ള കറണ്ടും R3 കൂടെ ഉള്ള കറണ്ടും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ആൻസേഴ്സ് എഴുതാം. I1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10/11 എന്നാണ് കിട്ടുക. ഓക്കെ. ആൻഡ് I2 എന്ന് പറയുന്നത് ഓക്കെ ആംപിയർ ആണ്. ആൻഡ് I2 എന്ന് പറയുമ്പോൾ 3/11 ആംപിയർ കിട്ടും. ഓക്കെ. ആൻഡ് I3 അല്ലെങ്കിൽ കറണ്ട് ത്രൂ R3, അതിന് ഞാനിപ്പോൾ I3 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. I3 എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 ആണ്. അപ്പോൾ 10/11 പ്ലസ് 3/11 13/11 ആംപിയർ കിട്ടും. ഓക്കെ. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ സൊല്യൂഷൻ കൂടെ കാണിച്ചു തരാം. സൊല്യൂഷൻ്റെ ആവശ്യമില്ല. ശരിക്കും ലീനിയർ ഇക്വേഷൻ അല്ലേ, 2 വേരിയബിൾസ് അൺനോൺ ആണ്, 2 ഇക്വേഷൻസ് ആണ്. നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഓക്കെ. വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സർക്യൂട്ട് ഡെഫിനിഷൻസും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആൻഡ് കറണ്ട് ലോ പിന്നെ 2 പ്രോബ്ലംസും നോക്കി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ഓക്കെ, താങ്ക് യു.